ലൂഥറൻ അവർ മിനിസ്ട്രീസ് ക്രിസ്ത്യൻ മീഡിയ സെന്റർ സമർപ്പിക്കുന്ന സ്വർഗസുധ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ധ്യാനവചസ്, ദേവസംഗീതം, സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്, ദൈവസന്നിധി, കുട്ടികളും ഞാനും തുടങ്ങിയ 5ഓളം സെഗ്മെന്റുകൾ കോർത്തിണക്കി നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രോഗ്രാമാണ് സ്വർഗസുധ. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അധികം മുഖവരിയൊന്നും കൂടാതെ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യ സെഗ്മെന്റ് ധ്യാനവചസ്. നമുക്ക് വളരെ ശ്രദ്ധയോടെ ആയിരിക്കാം. ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചുരുക്കമായ ചിന്തയ്ക്ക് അടിസ്ഥാനമായി എടുത്തിരിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. അവിടെ ഒരു ചോദ്യമാണ് നാം വായിക്കുക. ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? അവൻ ജാതികളുടെയും ദൈവമല്ലയോ? പ്രിയമുള്ളവരെ, ഈ ലേഖനം എന്ന് പറയുന്നത് വളരെ ശക്തമായ, വളരെ ആഴമുള്ള ആത്മീക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ലേഖനമാണ്. വിശേഷിച്ചും ഈ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം വളരെ പ്രാധാന്യമുള്ളതാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നത് സഭാ നവീകരണത്തിന് അടിസ്ഥാനമായി മാറിയ ഒരു വചനമാണ്. ആർക്കാണ് ദൈവം രക്ഷ നൽകുക? ദൈവം ആരുടെ ദൈവമാണ്? ദൈവം ആരെയൊക്കെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു? ആരൊക്കെയാണ് ദൈവത്തിൻ്റെ മക്കൾ? എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും പല വിശ്വാസികളുടെയും മനസ്സിൽ ഉണ്ടായപ്പോൾ അതിനൊക്കെ ഒരു വ്യക്തത നൽകുന്നതിന് വേണ്ടിയാണ് ഈ വചനങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടത്. നോക്കുക, യഹൂദന്മാർ വിശ്വസിച്ചിരുന്ന പ്രകാരം ദൈവം തങ്ങളുടെ മാത്രം ദൈവമാണ്. അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം തങ്ങളെ മാത്രം അനുഗ്രഹിക്കുന്നു, തങ്ങളെ രക്ഷിക്കുന്നു, തങ്ങളോടൊപ്പം നിൽക്കുന്നു, തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള കാര്യങ്ങളെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ്. മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് വന്നതിന് ശേഷവും അവരിൽ ഒരുപാട് ആളുകൾ ചിന്തിച്ചത് ന്യായപ്രമാണത്തിലൂടെ ദൈവം അരുളി ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിച്ഛേദന എന്ന വിഷയമാണ്. മോശയിലൂടെ ദൈവം കൊടുത്തതായ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഹൂദന്മാർ അനുവർത്തിച്ചു വന്നിരുന്ന പരിച്ഛേദന എന്ന പ്രക്രിയ പിന്നെയും നിറവേറ്റുന്നതിലൂടെ മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിലുള്ള രക്ഷയ്ക്ക് അവകാശം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന യഹൂദ വിശ്വാസികളുടെ വാദം മുഖാന്തരം ഇതര വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കടന്നു വന്ന, അല്ലെങ്കിൽ ജാതികളുടെ ഇടയിൽ നിന്ന് കടന്നു വന്ന വിശ്വാസികൾക്ക് തങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് നഷ്ടപ്പെടുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ട്. തങ്ങൾക്ക് രക്ഷയ്ക്ക് യഥാർത്ഥത്തിൽ അവകാശമുണ്ടോ? അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന തങ്ങൾ പരിച്ഛേദന ഏറ്റെങ്കിൽ മാത്രമേ തങ്ങൾക്ക് വിശ്വാസത്തിൽ ഇങ്ങനെ നിന്ന് യേശുവിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ആശങ്ക അവരുടെ ഉള്ളിൽ ഉണ്ട്. ഇതിനൊക്കെ കൃത്യമായ ഒരു മറുപടി നൽകുന്നതിന് വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് ഈ വിശ്വാസികളുടെ മുമ്പിൽ ഉയർത്തുന്നതായ ചോദ്യം ഇതാണ്: ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമാണോ? അവൻ ജാതികളുടെയും ദൈവം അല്ലയോ? അതായത് ദൈവം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ മാത്രം ദൈവമല്ല എന്നും അവൻ സകല ജാതികളുടെയും ദൈവമാണ് എന്നും ഏക സത്യ ദൈവമല്ലാതെ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിന് അനുഗ്രഹം കൊടുക്കുവാൻ, നന്മ കൊടുക്കുവാൻ, രക്ഷ കൊടുക്കുവാൻ കഴിയുന്ന വേറെ ദൈവങ്ങളൊന്നുമില്ല എന്നുമുള്ള കൃത്യമായ സത്യത്തെ അവരുടെ മുൻപിൽ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ വരച്ച് കാണിക്കുകയാണ്. മാത്രമല്ല, ഇങ്ങനെ മാനുഷ പ്രക്രിയകളാകുന്ന പരിച്ഛേദനകൾ പോലെയുള്ള കർമ്മങ്ങളിലൂടെയാണ് രക്ഷ മനുഷ്യനെ സ്വായത്തമാക്കുവാൻ കഴിയുന്നത് എന്നുള്ള ചിന്തയ്ക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി നൽകിക്കൊണ്ട് പൗലോസ് പറയുന്നത് ഈ മാനുഷ കർമ്മങ്ങളൊന്നും അല്ല,
ന്യായപ്രമാണത്തിന് അതിൻ്റേതായ മാന്യത പൗലോസ് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു വഴികാട്ടി മാത്രമാണ്. ന്യായപ്രമാണത്തിൻ്റെ ഈ കർമ്മങ്ങൾ കൊണ്ടൊന്നും ആരും രക്ഷ പ്രാപിക്കുകയില്ല. മറിച്ച് ക്രിസ്തുവിങ്കലേക്ക് വന്നിരിക്കുന്ന ഏതൊരു വ്യക്തിയും യേശു ക്രിസ്തുവിൽ ആഴമായി വിശ്വാസം വയ്ക്കുമ്പോൾ, യേശുവിനെ തൻ്റെ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നതായ അനുഭവമാണ് നിത്യമായ രക്ഷയുടെ അനുഭവം. നോക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാതെ പോയതിൻ്റെ പേരിൽ തങ്ങൾക്ക് രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയപ്പെടുന്നവർക്ക് ഒരു ധൈര്യവും ഉറപ്പും ഒക്കെ കൊടുക്കുവാൻ ഈ വചനം കൊണ്ട് സാധിക്കുന്നു എന്നതാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മിഥ്യാധാരണയോടുകൂടി യഹൂദന്മാരുടെ ഇടയിൽ മാത്രം സുവിശേഷം പ്രസംഗിക്കണമെന്നും യഹൂദന്മാരാണ് യഥാർത്ഥ രക്ഷയുടെ അവകാശികളെന്നുമൊക്കെ ചിന്തിച്ച് യഹൂദന്മാരുടെ ഇടയിൽ മാത്രം തൻ്റെ പ്രവർത്തനങ്ങളെ ഒതുക്കി വച്ചിരുന്നതായ പത്രോസിന് കർത്താവ് കൊടുത്തതായ ദർശനവും, അവിടെ നിന്ന് പത്രോസ് കൊർന്നല്യോസ് എന്ന് പറയുന്നതായ പ്രജാതിക്കാരനായ മനുഷ്യൻ്റെ ഭവനത്തിലേക്ക് ചെന്നിട്ട് അവിടെ വെച്ച് പ്രസംഗം ആരംഭിക്കുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പ്രസ്താവിക്കുന്നതും കാണാൻ സാധിക്കും. അന്നുവരെയും പത്രോസിനും ഇതേ മിഥ്യാധാരണയുണ്ടായിരുന്നു. മറ്റ് ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു ഈ ധാരണ, രക്ഷകനായ യേശു വന്നിരിക്കുന്നത് യഹൂദന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിലാണ് തങ്ങൾ സുവിശേഷം അറിയിക്കേണ്ടത് എന്നൊക്കെ. എന്നാൽ അതൊക്കെ കൃത്യമായ രീതിയിൽ പൊളിച്ചെഴുതിയ അപ്പോസ്തലൻ എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് പൗലോസിനെയാണ്. പൗലോസിൻ്റെ പശ്ചാത്തലവും നമുക്കറിയാം. കൃത്യമായ രീതിയിലുള്ള ഒരു യഹൂദ പശ്ചാത്തലത്തിൽ ഒരു പരീശനായി വളർന്ന് ഗമാലിയേലിൻ്റെ കീഴിലിരുന്ന് ന്യായപ്രമാണം മുഴുവനും പഠിച്ച് ഇങ്ങനെ അതെല്ലാം വളരെ കൃത്യതയോടെ ആചരിച്ചു വന്നതായ ഒരു മനുഷ്യനായിരുന്നിട്ടും ക്രിസ്തുവിനെ അവൻ സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തു അവനെ സ്വീകരിച്ചപ്പോൾ, ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ചും പുതിയ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ ഓർത്തുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. പഴമയുടെ നാളുകളിൽ നിന്ന്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് രക്ഷ പ്രാപിക്കാം എന്ന് കരുതിയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ അനുഭവത്തിലേക്ക് ക്രിസ്തുവിൽ വിശ്വാസത്തിലൂടെ ലഭിക്കുന്നതായ രക്ഷയുടെ ഉറപ്പിനെക്കുറിച്ച് സംസാരിക്കുവാൻ തൻ്റെ അനുഭവത്തിലൂടെ പൗലോസ് ശക്തനായിത്തീരുന്നു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലും പലപ്പോഴും മനുഷ്യന് തൻ്റെ രക്ഷയെക്കുറിച്ചുള്ള ചിന്തകളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ, വ്യത്യസ്തമായ ഉപദേശങ്ങൾ മുഖാന്തരമായി തങ്ങളുടെ രക്ഷയിൽ ഉറപ്പുണ്ടോ എന്നൊക്കെ ആശങ്കപ്പെടുന്ന ആളുകളും ഉണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലുള്ള രക്ഷയ്ക്ക് അവകാശിയാണോ എന്ന് ചിന്തിച്ച് അങ്ങനെ സംശയത്തിലിരിക്കുന്ന ആളുകളും ഉണ്ട്. മറ്റുള്ളവരെ അവർ ക്രിസ്തുവിലുള്ള രക്ഷയ്ക്ക് യോഗ്യരല്ല, അവർ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല, ഈ ഉപദേശം അവർ അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിലയിരുത്തുന്ന ആളുകളുമുണ്ട്. എന്നാൽ കൃത്യമായി മനസ്സിലാക്കുക, വിശ്വാസമാണ് രക്ഷയുടെ അടിസ്ഥാനം എന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് അപ്പോസ്തലൻ കൃത്യമായി പറഞ്ഞത് അതുകൊണ്ടാണ്. മാത്രമല്ല, ഈ പരിച്ഛേദനയും അതുപോലെയുള്ള മറ്റ് ബാഹ്യമായ ന്യായപ്രമാണ കർമ്മങ്ങളും ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളും ഒക്കെ ലഭിക്കുന്നതിന് മുൻപ് തന്നെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം മുതലിങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടത് എന്നും സ്വീകരിക്കപ്പെട്ടത് എന്നും രക്ഷയുടെ അവകാശികളായി ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ചത് എന്നുമൊക്കെയുള്ള കാര്യങ്ങളും പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് ഉണ്ടായിരിക്കണം, അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ കാൽവരി ക്രൂശിലൂടെ സമ്പാദിച്ചതായ രക്ഷ ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണ്, എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ രക്ഷ സ്വായത്തമാകുന്നു, കർത്താവ് നൽകുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കാം, ക്രിസ്തുവിലുള്ള രക്ഷയുടെ അവകാശം കാത്തുസൂക്ഷിക്കാം.
ദൈവം തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. ആമേൻ. വളരെ ചിന്തനീയവും പ്രത്യാശയുമൊക്കെ നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ആയിരുന്നു അല്ലേ? ഇനി നമുക്ക് മാധുര്യമേറിയ ഒരു ഗാനമായാലോ, ദേവസംഗീതത്തിലൂടെ. എൻ്റെ ദൈവമെന്നും എൻ്റെ കൂടെയുള്ളതാ, ഇല്ലെനിക്ക് സാരമില്ല ലോക ജീവിതം. എൻ്റെ ദൈവമെന്നും എൻ്റെ കൂടെയുള്ളതാ, ഇല്ലെനിക്ക് സാരമില്ല ലോക ജീവിതം. ഉറ്റവർ മറന്നാലും പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണെന്നേശുനായകൻ, മറക്കാത്ത സ്നേഹമാണൻ യേശുനായകൻ. ഉറ്റവർ മറന്നാലും പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണൻ യേശുനായകൻ, മറക്കാത്ത സ്നേഹമാണൻ യേശുനായകൻ. എൻ്റെ ദൈവമെന്നും എൻ്റെ കൂടെയുള്ളതാ, ഇല്ലെനിക്ക് സാരമില്ല ലോക ജീവിതം. കഷ്ടമേറ്റ യേശു എൻ്റെ കൂടെയുള്ളതാ, കഷ്ടതയിൽ ലേശവും ഞാൻ വീണു പോകില്ല. കഷ്ടമേറ്റ യേശു എൻ്റെ കൂടെയുള്ളതാ, കഷ്ടതയിൽ ലേശവും ഞാൻ വീണു പോകില്ല. താങ്ങുമെന്നെ വൻകരത്താൽ തൻ്റെ മാർവിൽ ചേർത്തണയ്ക്കും, തൻ്റെ പ്രിയരോടുകൂടെ ചേർന്നു വാഴുമാ. താങ്ങുമെന്നെ വൻകരത്താൽ തൻ്റെ മാർവിൽ ചേർത്തണയ്ക്കും, തൻ്റെ പ്രിയരോടുകൂടെ ചേർന്നു വാഴുമാ. എൻ്റെ ദൈവമെന്നും എൻ്റെ കൂടെയുള്ളതാ, ഇല്ലെനിക്ക് സാരമില്ല ലോക ജീവിതം. മായയാകുമീയുലകിൽ കാൺമതേതുമേ, നിത്യമായതൊന്നുമല്ലെന്നോർത്തിടുന്നു ഞാൻ. മായയാകുമീയുലകിൽ കാൺമതേതുമേ, നിത്യമായതൊന്നുമല്ലെന്നോർത്തിടുന്നു ഞാൻ. നിത്യമായ പാർപ്പിടത്തിൽ എത്തിടുന്ന കാലമോർത്ത് ഇത്തരയിൽ നാളുകളെണ്ണി കാത്തിടുന്നു ഞാൻ. നിത്യമായ പാർപ്പിടത്തിൽ എത്തിടുന്ന കാലമോർത്ത് ഇത്തരയിൽ നാളുകളെണ്ണി കാത്തിടുന്നു ഞാൻ. എൻ്റെ ദൈവമെന്നും എൻ്റെ കൂടെയുള്ളതാ,
ഇല്ലെനിക്ക് സാരമില്ല ലോക ജീവിതം. ഉറ്റവർ മറന്നാലും പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണെന്നേശുനായകൻ. മറക്കാത്ത സ്നേഹമാണ് യേശുനായകൻ. വളരെ അനുഗ്രഹീതമായൊരു ഗാനമായിരുന്നു അല്ലേ? അടുത്ത സെഗ്മെന്റ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒന്നാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ക്രമീകരിക്കേണ്ടതും പഠിക്കേണ്ടതും ശീലിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ സുബീൻസ് കൗൺസിലിംഗ് ടോക്കിലൂടെ. നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ചുറ്റുപാടും പല തരത്തിലുള്ള മനുഷ്യരുണ്ട്. മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന മനുഷ്യരാണ് കൂടുതലും. എങ്കിലും കുറേ വിഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം മറ്റുള്ളവരുടെ വളർച്ചയെ ഒട്ടും ഇഷ്ടപ്പെടാത്തവരാണ്. അസൂയാലുക്കൾ എന്ന് പൊതുവേ നമ്മൾ പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണിവർ. ഇവരെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് പേർ കൗൺസിലിങ്ങുമായി വരുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. പ്രധാനമായും ഇങ്ങനെയുള്ള ആൾക്കാരെ മൂന്നായി തിരിക്കാം. മറ്റുള്ള ഒരാളിൻ്റെ വളർച്ച കാണുമ്പോൾ അല്ലെങ്കിൽ തന്നെക്കാൾ ഒരാൾ വളർന്നു എന്ന് തോന്നുമ്പോൾ മനുഷ്യർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് അസൂയ എന്ന് പറയാം. എന്നാൽ ചിലരിൽ ഇതിൻ്റെ അളവ് വളരെ കൂടിയിരിക്കും. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പോലുള്ള ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ കാണുന്ന വ്യക്തികളാണ്, അസൂയാലുക്കളായ വ്യക്തികളാണ്. അവർക്ക് പറയുന്ന പേര് ഹേറ്റേഴ്സ് എന്നാണ്. സോഷ്യൽ മീഡിയ ഹേറ്റേഴ്സ് എന്നാണ് പൊതുവെ അവരെക്കുറിച്ച് പറയുക. അതായത് ഇല്ലാ കഥകൾ, അപവാദങ്ങൾ, പ്രശസ്തരായ അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് ഇല്ലാത്ത കഥകളുണ്ടാക്കി അവർ പോസ്റ്റ് ചെയ്യുകയും കമൻ്റായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ തുടർച്ചയായിട്ട് ട്രോളുകളോ മറ്റോ ഉണ്ടാക്കി തുടർച്ചയായി മറ്റുള്ള ആളിൻ്റെ പ്രവർത്തനങ്ങളെ, പോയിക്കൊണ്ടിരിക്കുന്ന രീതികളെ, അയാളുടെ മേഖലയിൽ കടന്നു കയറി അയാൾ ആക്രമിക്കുന്ന ഒരു പ്രവണത ഒരുപാട് കാണാറുണ്ട്. ഒരുപാട് പേർ ഇവരുടെ ആക്രമണത്തെ ഭയന്ന് പിന്നിലേക്ക് പോകുന്നത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ഒരുപാട് പേരെ കാണാൻ കഴിയും. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറയുന്നത് ഇവരുടെ IP അഡ്രസ് അല്ലെങ്കിൽ അതുപോലുള്ള ഇമെയിൽ ID ഒന്നും ശരിയായിട്ടുള്ളത് ആയിരിക്കില്ല. രഹസ്യമായി അല്ലെങ്കിൽ മറഞ്ഞിരുന്നു കൊണ്ട് അവരുടെ മുഖമോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒളിച്ചിരുന്നു കൊണ്ടായിരിക്കും ഇവരുടെ പ്രവർത്തനം കൂടുതലായി നടത്തുക. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സാധാരണ അസൂയാലുക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെയാണ്. പക്ഷേ ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നേരിട്ടൊരാളെ ആക്രമിക്കില്ല, മറിച്ച് അർത്ഥസത്യങ്ങൾ കൂടുതലായി പറഞ്ഞു. കാരണം ഒരാളെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും, കള്ളം പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ അർത്ഥസത്യം പറയുമ്പോൾ പലപ്പോഴും അതിനെ ഡിഫെൻഡ് ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യുവാൻ, അതിനെ എതിർത്ത് പറയുവാൻ, അത് അങ്ങനെ അല്ല എന്ന് പറയുവാൻ അത് അനുഭവിക്കുന്ന ആളിന് കഴിയാറില്ല. കാരണം അതിൽ പകുതി സത്യമുണ്ട്. അവിടെ പോയിട്ട് അങ്ങനെ ചെയ്തു എന്ന് പറയും. അവിടെ പോയത് സത്യമായിരിക്കും, ചെയ്തത് സത്യമായിരിക്കില്ല. പോയില്ല എന്ന് ഇയാൾക്ക് വാദിച്ച് ജയിക്കാനോ പറഞ്ഞ് ഫലിപ്പിക്കാനോ സാധിക്കാറ്. അപ്പോൾ പോയെങ്കിൽ ചെയ്തു എന്ന് സ്വാഭാവികമായും കേൾക്കുന്ന ആളുകൾ വിചാരിക്കും. അപ്പോൾ അർത്ഥസത്യങ്ങൾ വഴി മനുഷ്യരെ അപവാദത്തിൽ കുരുക്കി അവരെ തകർക്കുന്ന, അവരുടെ ജീവിതത്തെ തകർക്കുന്ന, മനസ്സമാധാനത്തെ തകർക്കുന്ന, ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളെ തകർക്കുന്ന മനുഷ്യരുമുണ്ട്. മൂന്നാമത്തെ വിഭാഗം വളരെ രസകരമായൊരു വിഭാഗമാണ്. കോപ്പി കാറ്റ് എന്ന് പറയും. കോപ്പി കാറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഒരാളുടെ അസൂയ ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തെ അനുകരിക്കുകയാണ് ചെയ്യുക. സാധാരണയായിട്ട് പ്രശസ്തരായ അല്ലെങ്കിൽ ആരാധനയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ, രീതികൾ, ശൈലികൾ, മുടി ചെയ്യുന്ന രീതിയോ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്ന രീതിയോ പെരുമാറുന്ന രീതിയോ ഒക്കെ അനുകരിക്കും നമ്മൾ കാണാറുണ്ട്. അത് വേറൊരു വിഭാഗം, അവർ കോപ്പി കാറ്റല്ല. പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളോട് വിരോധമുണ്ട് അല്ലെങ്കിൽ അസൂയയുണ്ട്, അപ്പോൾ അയാളെപ്പോലെ ആകണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി അയാൾ ചെയ്യുന്ന ചേഷ്ടകൾ, രീതികൾ, സ്വഭാവങ്ങൾ, ശൈലികളൊക്കെയും കോപ്പി കാറ്റ് ചെയ്യും. കാരണം അയാളെപ്പോലെ അയാളെ മറികടക്കണം എന്നുള്ള അസൂയയുടെ ചിന്തയാണ് ഈ ആളുകളെ ഭരിക്കുക. ഇത് വളരെ രസകരമായ മൂന്നാമത്തെ വിഭാഗമാണ്. ഈ മൂന്ന് വിഭാഗമായിരുന്നാലും അനുഭവിക്കുന്ന ആളിന് അത്ര സുഖകരമായ സംഗതി അല്ല. അയാളുടെ ജീവിതത്തിൽ അയാളുടെ തൊഴിലുകൾ, അയാളുടെ കുടുംബജീവിതം, അയാളുടെ പഠനം, അയാളുടെ മുന്നോട്ടുള്ള യാത്രകൾ എല്ലാറ്റിനെയും ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരുപാട് ബാധിക്കാറുണ്ട്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒരുപാട് ഒഴിഞ്ഞു പോയിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ നിർത്തിയിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിറയെ പേർ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന് എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യുക? ഇവരെ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എക്സ്പോസാണ്. ഇവരെക്കുറിച്ച് അവർ പുറത്ത് പറയാൻ ആഗ്രഹിക്കാറ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവർ പലപ്പോഴും രഹസ്യമായിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം നേരിട്ട് വന്ന് വെളിച്ചത്തിൽ നിന്ന്, ലൈറ്റിൽ നിന്ന് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന ആളാണ് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ അപ്രത്യക്ഷമാകും. രണ്ടാമത് ജനങ്ങൾക്ക് സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അവരെ അനുഗ്രഹമാണെന്ന് വിചാരിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഒരു ശല്യമല്ല എന്ന് വിചാരിച്ച് വഴിമാറി നടന്നു കഴിഞ്ഞാൽ, നമ്മുടേതായിട്ടുള്ള വഴികളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കാൻ സാധിക്കും. ഇവരെ
ഭയപ്പെട്ട് ജീവിക്കുന്ന ആ ചിന്തകൾ ഒരുപാട് പേർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് പേർ അവരെ ഭയപ്പെട്ട് ജീവിക്കാണ്. ട്രോളിനെ ഭയന്ന്, ഇവർ പറയുന്ന പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഭയന്ന് ജീവിക്കുകയാണ്. ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മുടേതായിട്ടുള്ള വഴികൾ, കാരണം നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ വഴികൾ ചരിക്കുക, നമ്മുടെ വഴിയിൽ മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് അല്ലേ? ഇനി നമ്മുടെ കൊച്ചു കൂട്ടുകാർ കാത്തിരിക്കുന്ന സെഗ്മെന്റ് എത്തിയിരിക്കുകയാണ്. കുട്ടികളും ഞാനും. അതിലൊരു ബൈബിൾ ഭാഗമുണ്ട്, സന്ദേശമുണ്ട്, ചോദ്യമുണ്ട്. കുട്ടികളെല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? സുഖമാണോടാ? സുഖമാണ്. പിന്നെ നീ ഉറങ്ങിയിരിക്കുന്നത്? ഉറങ്ങിയില്ല. അപ്പോൾ കിട്ടു നമുക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ, സന്തോഷമായിരിക്കുന്നല്ലോ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ കഥ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് പിന്നെ കിട്ടു പറയോ ഞാൻ പറയണോ? ഇല്ല, ഞങ്ങൾ പറഞ്ഞാൽ മതി. അതെന്ത്? എനിക്ക് കഥ അറിയില്ല. കിട്ടുവിന് കഥ അറിയില്ല. പിന്നെ നിനക്ക് എന്തറിയാം? കഥ കേൾക്കാൻ അറിയാം. കഥ കേൾക്കാൻ അറിയാം. അപ്പോൾ കൂട്ടുകാർക്കും കഥ കേൾക്കാൻ അറിയാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു കഥ പഠിക്കാൻ പോവുകയാണ്. ഒരിക്കലും ഒരു ധനവാനായ ഒരു മനുഷ്യൻ, ധനവാനെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? പണക്കാരൻ. അപ്പോൾ നല്ല ധനവാനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനൊരു ഡ്രൈവറെ വേണം. അദ്ദേഹത്തിൻ്റെ കാർ ഓടിക്കാനായിട്ട് ഒരു ഡ്രൈവറെ വേണം. സമർത്ഥനായ ഒരു ഡ്രൈവറായിരിക്കണം, സാമർഥ്യമുള്ള ഒരു ഡ്രൈവറായിരിക്കണം, ബുദ്ധിയും വിവേകവുമുള്ള ഒരു ഡ്രൈവറായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രൈവറെ നോക്കി അദ്ദേഹം നടക്കുകയായിരുന്നു. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പരീക്ഷ, ഒരു ടെസ്റ്റ് നടത്തി. 2 പരീക്ഷകൾ ജയിക്കുന്നവരിലെ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. എന്തൊക്കെയാണ് ആ പരീക്ഷ? എന്തൊക്കെയാണ് ആ പരീക്ഷ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയാം. അപ്പോൾ ആദ്യത്തെ പരീക്ഷ എല്ലാവർക്കും ഒരു എഴുത്ത് പരീക്ഷയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വന്നു. അവരെല്ലാം പരീക്ഷ എഴുതി ജയിച്ചു. 2-3 പേരെ അതിൽ നിന്നും ഇദ്ദേഹം തിരഞ്ഞെടുത്തിട്ട് അവരിൽ നിന്നും ഒരാളെയാണ് ഇനി എന്ത് ചെയ്യേണ്ടത്? ഡ്രൈവറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇദ്ദേഹം 2-3 പേരെ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു മൈതാനത്തിൽ കൊണ്ടുപോയിട്ട് മൈതാനത്തിൻ്റെ ഒരു അറ്റത്ത് അദ്ദേഹത്തിൻ്റെ കാറ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മൈതാനത്തിലൂടെ കാറ് ഓടിക്കണം, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ മൈതാനത്തിന് നടുക്കൊരു കുഴിയുണ്ട്. ആ കുഴിയിൽ എൻ്റെ കാറിനൊരു അപകടവും പറ്റാതെ വേണം കാർ ഓടിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ മൈതാനത്തിൽ വേറെ വാഹനമൊന്നുമില്ല, വേറെ ആൾക്കാരൊന്നുമില്ല. അവിടെ ഇങ്ങനെ ഓടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നന്നായിട്ട് ഓടിക്കുന്നവരെ പിന്നെ ഞാൻ എൻ്റെ ഡ്രൈവറായിട്ട് തിരഞ്ഞെടുക്കും. അപ്പോൾ ആദ്യത്തെ ആൾ സന്തോഷത്തോടുകൂടെ പിന്നെ കാറിൽ കയറി പിന്നെ സ്റ്റാർട്ട് ചെയ്തു, സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയുമോ? കാർ ഓടിച്ചു പോയി. അദ്ദേഹം ഇങ്ങനെ വളരെ സാമർഥ്യമുള്ളവനായിരുന്നു, വളരെ പിന്നെ കഴിവുള്ളവനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കാർ ഓടിച്ചു പോയിട്ട് കാറിൻ്റെ ഒരു സൈഡിലെ ഒരു ടയർ മാത്രം കുഴിയിലിറങ്ങി, ബാക്കി ഒന്നും കുഴിയിലിറക്കാതെ നല്ല പിന്നെ ക്ലിയറായിട്ട് അദ്ദേഹം വണ്ടി ഓടിച്ചു. പിന്നെ ഈ യജമാനൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. കൊള്ളാം, നന്നായിട്ട് നിങ്ങൾ പിന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. കുഴിയിൽ ഒരു ടയർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, വേറെ പ്രയാസമൊന്നുമില്ല. അടുത്ത ആൾ കയറാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ആൾ, രണ്ടാമത്തെ ആൾ. അപ്പോൾ എത്ര പേരെയാണ് എടുത്തത്? 3 പേരെ. അപ്പോൾ രണ്ടാമത്തെ ആൾ വന്നു, പിന്നെ കാർ ഓടിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? കുഴിയിലൊന്നും പിന്നെ എന്താണ് ടയർ ഇറങ്ങാതെ അതിൻ്റെ അരികിലൂടെ വളരെ പിന്നെ കഴിവ് തെളിയിച്ചുകൊണ്ട് ഓടിച്ച് മുമ്പോട്ട് പോയി. എന്നിട്ട് ഈ ധനവാനായ മനുഷ്യൻ്റെ അടുക്കൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ അദ്ദേഹം കൈയടിച്ചു, കൊള്ളാം, നന്നായിട്ട് നീയും ഡ്രൈവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അടുത്താരാണ്? മൂന്നാമത്തെ ആൾ. ഈ മൂന്നാമത്തെ ആൾ വലിയ സമർത്ഥനൊന്നുമല്ല, എങ്കിലും അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഈ വണ്ടി ഓടിച്ചിട്ട് ഇദ്ദേഹം ഈ കുഴിയുടെ 7 അയലത്ത് പോലും പോയില്ല, ഈ കുഴിയുടെ അരികിലേക്കേ പോയില്ല. ഒരു സൈഡിലൂടെ വണ്ടി ഓടിച്ചു, അദ്ദേഹത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി താക്കോല് കൊടുത്തു. പക്ഷേ ഇതിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കാൻ സാധ്യത ഉണ്ട്? ഒന്നാമത്തെ ആളെ അല്ലേ? അദ്ദേഹം ഒരു ടയർ പിന്നെ മാത്രമേ ഇറക്കിയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ആളോ? ശരിയാണല്ലോ. ശരിയാണ്, രണ്ടാമത്തെ ആൾ ടയറൊന്നും ഇറക്കാതെ അതിൻ്റെ അരികിലൂടെ പോയി. പക്ഷേ ഈ യജമാനൻ തിരഞ്ഞെടുത്തത് ആരെയാണെന്നറിയാമോ? മൂന്നാമത്തെ ആളെയാണ്. അയാൾ കുഴിയുടെ അടുത്ത് പോയില്ലല്ലോ, പിന്നെന്തിനാ അയാളെ തിരഞ്ഞെടുത്തത്? അയാളെ തിരഞ്ഞെടുക്കുന്നതിനൊരു കാരണം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അവിടെ ആരുമില്ല, ഈ ഗ്രൗണ്ടിൽ ഒരു മനുഷ്യനില്ല, ഒരു വാഹനവുമില്ല. പിന്നെ ആവശ്യമില്ലാത്തയിടത്ത് കുഴിയുടെ അടുത്തൂടെ വണ്ടി പോകേണ്ട കാര്യം തോന്നാണ്. അദ്ദേഹം അങ്ങനെയേ ചിന്തിച്ചുള്ളൂ. ആവശ്യമില്ലാത്തയിടത്ത് സാമർഥ്യം തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല, സാമർഥ്യം കാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അതുകൊണ്ട് ആവശ്യമുള്ളിടത്ത് മാത്രം സാമർഥ്യം കാണിക്കുക.
എല്ലാ സ്ഥലത്തും പോയി സാമർഥ്യം കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു വാഹനവുമില്ല, ഒരു ആൾക്കാരുമില്ല, പിന്നെ എന്തിന് ഞാൻ ആ ഗ്രൗണ്ടിന് നടുക്കുള്ള കുഴി വരെ വണ്ടി ഓടിക്കണം എന്ന് അദ്ദേഹം എടുത്ത തീരുമാനം, അതിനെയാണ് ഈ യജമാനൻ ഏറ്റവും യോഗ്യതയായിട്ട് കണ്ടത്. ഈ യജമാനൻ അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടി, നീ തന്നെയാണ് എൻ്റെ ഡ്രൈവർ ഇന്നു മുതൽ. അങ്ങനെ അദ്ദേഹത്തിന് ജോലിയും കൊടുത്തു. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ഈ കാര്യത്തിൽ നിന്നും പഠിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമുക്ക് കഴിവുണ്ടെങ്കിലും, നമുക്ക് എല്ലാവിധമായ യോഗ്യതകളുണ്ടെങ്കിലും അതെല്ലാം കാണിക്കേണ്ട ഇടത്ത്, അതെല്ലാം പ്രയോജനപ്പെടുത്തേണ്ട സ്ഥലത്ത് മാത്രം പ്രയോജനപ്പെടുത്തുക. എല്ലായിടത്തും പോയി തലയിടുക, എല്ലായിടത്തും പോയി സാമർഥ്യം കാണിക്കുക, എല്ലായിടത്തും പോയി വലിയ ആളാകാനായിട്ട് ശ്രമിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല, അല്ലേ? നമുക്ക് ആവശ്യമുള്ളയിടത്ത് മാത്രം നമ്മുടെ സാമർഥ്യം കാണിക്കുക എന്നുള്ളതാണ്. യേശുപ്പച്ചനെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷ ഉണ്ട്, അല്ലേ? യേശുപ്പച്ചൻ സ്നാനം കഴിഞ്ഞിട്ട് ഉപവസിക്കുന്ന സമയത്ത് അതിനുശേഷം പിശാച് വന്ന് പരീക്ഷിക്കും. ഒരു തവണ യേശുപ്പച്ചനോട് പറയുന്നത് കല്ലുകളെ അപ്പമാക്കി തീർക്കാനായിട്ട്. രണ്ടാമത്തെ തവണ യേശുപ്പച്ചനോട് പറയുന്നത് ഒരു വലിയ ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് താഴേക്ക് ചാടാനായിട്ട് പറഞ്ഞു. നിൻ്റെ കാലൊന്നും കല്ല് തട്ടിപ്പോകാതെ ദൈവം രക്ഷിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. മൂന്നാമത്തെ തവണ ഇങ്ങനെ ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം എൻ്റേതാണ്, നിനക്ക് തരാം, നീ എന്നെ വണങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ഒന്നും യേശുപ്പച്ചൻ ഈ വലിയ ദൈവത്തിൻ്റെ ശക്തിയെ കാണിക്കാനൊന്നും പോയില്ല. ദൈവവചനത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവനിൽ നിന്നും യേശു ഇങ്ങനെ ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ പരീക്ഷകളെ ജയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതുതന്നെയാണ്. നമ്മൾ ചെയ്യേണ്ടയിടത്ത്, കാണിക്കേണ്ടയിടത്ത് മാത്രം നമ്മുടെ സാമർഥ്യം കാണിക്കുക. നിങ്ങൾ പഠിച്ചു മിടുക്കരായി എല്ലാ വിഷയങ്ങളിലും വിജയം നേടി മുന്നോട്ട് പോകേണ്ട മക്കളാണ്. പരീക്ഷയുടെ സമയങ്ങളിൽ നിങ്ങളുടെ സാമർഥ്യം തെളിയിക്കുക, പഠിക്കുക, മുന്നേറുക, ധൈര്യമായി സന്തോഷമായി നല്ല ഭാവിയുടെ മക്കളായി മാറുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കഥ ഇഷ്ടമായല്ലോ. അപ്പോൾ ഇന്നത്തെ കഥയിലും ഒരു ചോദ്യമുണ്ട്. ചോദ്യം അതുതന്നെയാണ്, നമ്മൾ യേശുപ്പച്ചൻ്റെ പരീക്ഷയിൽ ആ പരീക്ഷകൾ 3 പരീക്ഷകൾ അത് എവിടെയെന്ന്, ഏതെല്ലാം പുസ്തകത്തിലുണ്ട്, എത്രാമത്തെ അധ്യായത്തിൽ, എത്രാമത്തെ വാക്യത്തിൽ കണ്ടുപിടിക്കുക, എഴുതുക. സമ്മാനമുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ടാറ്റാ ടാറ്റാ. കൂട്ടുകാർക്കെല്ലാം ഈ ബൈബിൾ ഭാഗം ഇഷ്ടമായോ? അങ്കിൾ ചോദിച്ച ചോദ്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉത്തരം ഞങ്ങളെ എഴുതി അറിയിക്കുക. ഈ പ്രോഗ്രാമിൻ്റെ അവസാനം ഞങ്ങൾ വാട്സപ്പ് നമ്പറും അഡ്രസ്സും നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിലേക്ക് നിങ്ങൾ ഉത്തരങ്ങൾ അയച്ച് നല്ല അടിപൊളി സമ്മാനങ്ങൾ നേടുക. സ്വർഗസുധ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സെഗ്മെൻറ്റ് ദൈവസന്നിധി. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിലൂടെ ഞങ്ങളെ അതിയായി സ്നേഹിക്കുന്ന പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, നൽകപ്പെട്ട ഈ നല്ല ദിനത്തിനും സൂക്ഷിച്ച അവിടുത്തെ കൃപയ്ക്കും കാത്തുപരിപാലിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. വിശേഷമായി നീതി ന്യായ വ്യവസ്ഥകളിലായിരിക്കുന്ന മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിൽ പലയിടങ്ങളിലും അവശതകൾ അനുഭവിക്കുന്ന പ്രിയ മക്കൾക്ക് നീതി ന്യായമില്ലാതെ കർത്താവെ അവർ വ്യാകുലപ്പെടുമ്പോൾ, ദുഃഖിക്കുമ്പോൾ, ദൈവമേ, നീതിന്യായ വ്യവസ്ഥകളിലായിരിക്കുന്ന പ്രിയ മക്കളിലൂടെ സാധാരണ ജനതയ്ക്ക് നീതിയും ന്യായവും ലഭിക്കാനും അവയിലൂടെ സന്തോഷം കണ്ടെത്തുവാൻ തക്കവണ്ണം സ്വർഗസ്ഥ പിതാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം കർത്താവെ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രിയ മക്കളിലൂടെ, അവരുടെ മനസ്സുകളിലൂടെ ഓരോ സാധാരണക്കാരും ലഭിക്കാൻ തക്കവണ്ണം നിൻ്റെ അളവ് കൂടാത്ത നന്മ കൊണ്ട് അങ്ങ് പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ ലോകത്ത് വിവിധമായ ഇടങ്ങളിൽ തങ്ങളുടെ നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥകളിൽ കർത്താവെ ദുഃഖിക്കുന്ന അനേകം പേരുണ്ട്. ദൈവമേ, അവരിലൂടെ കർത്താവെ അവരാരുടെ മുമ്പിൽ നീതിന്യായത്തിനു വേണ്ടി കടന്നു ചെല്ലുന്നു, അവരിൽ നിന്ന് പ്രിയ മക്കൾക്ക് ഒരു അനുകൂലമായ വിധി ലഭിക്കാനും അതിലൂടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നിറവ് അനുഭവിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകുന്ന എല്ലാ നന്മകൾക്കും എല്ലാ ആലോചനകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇനി നിൻ്റെ അളവ് കൂടാത്ത തിരുകൃപ ഓരോരുത്തരുടെ മേൽ അങ്ങ് പകരണമേ. മാനവമഹത്വം സ്വീകരിക്കണമേ. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറകണമേ നല്ല പിതാവേ, ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായിരുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതുവരെയും ഞങ്ങളെ ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഞങ്ങളെ അറിയിക്കുക. Our new address, Christian Media Center, number 105, Pantheon Road, 2nd floor, Egmore.
opposite to Egmore Museum, Chennai, 600008. Our phone number 044 2432 0488.